സന്താന നിയന്ത്രണം. സന്താന നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളൊക്കെ. ഇത് ഇസ്ലാമിൽ അനുവദിക്കുന്ന ഒരു കാര്യമാണ്. സന്താന നിയന്ത്രണം, ഈ സന്താന പരിപാലനം എന്നതും കുഞ്ഞ് ജനിച്ചാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ വിശദമായിട്ട് വേറെ നമുക്ക് പറയാം. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ സന്താന നിയന്ത്രണമുണ്ട്, ക്രമീകരണമുണ്ട്. അതായത് പൂർണ്ണമായും പ്രജനനശേഷി ഇല്ലാതാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നുവെച്ചാൽ സന്താനോൽപാദനത്തിനുള്ള എല്ലാ വഴികളും എന്നേക്കുമായി അടച്ചുകൊണ്ടുള്ള ഒരു രീതി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നാൽ സന്താനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് എന്നുവെച്ചാൽ എല്ലാ കൊല്ലവും പ്രസവിക്കുന്നതോടുകൂടി മുലയൂട്ടലും എല്ലാ കാര്യങ്ങൾക്കും കുറേ പ്രയാസങ്ങളുണ്ടാകും, ശാരീരികവും ആരോഗ്യപരമായും തെർബീയപരമായും ഒക്കെ പ്രയാസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് ഇടവേളകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമാണ്. പ്രജനനശേഷി എന്നേക്കുമായി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ രീതി ഒരു ഘട്ടത്തിൽ മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അത് പ്രസവിക്കുന്നത് മാതാവിൻ്റെ മരണത്തിന് പോലും ഇടയാക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അത് ആ സന്ദർഭത്തിൽ അതൊരു ഉതിറായിട്ട് ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെടുന്ന ഒരു ഇതായിട്ട് മനസ്സിലാക്കിയിട്ട്, അല്ല ഒരു ഫാഷന് വേണ്ടി 3 കുട്ടികളെ 2 കുട്ടികളെ ഇനി പ്രസവിക്കണ്ട, ഇനി ആ പ്രജനനശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി കളയുക, അതിന് ഭയങ്കര പ്രോത്സാഹനമാണ്, സമ്മാനമൊക്കെ കിട്ടും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ വിധിയിലുള്ള ഇതാണ്, അള്ളാഹുവിൻ്റെ അതിനോടുള്ള ധിക്കാരവും കൂടിയാണ്. അത് അനുവദനീയമല്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്.